ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 25,669 എന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലൂടെ തുടങ്ങിയ നിഫ്റ്റി ഒരു ഘട്ടത്തിൽ പോയത് 25,473 വരെയാണ്. കഴിഞ്ഞ 2 മാസത്തെ നിഫ്റ്റിയുടെ ഏറ്റവും ലോവസ്റ്റ് മാർക്കിലേക്ക് പോയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ തികച്ചും ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ ആ ഒരു ലോയിൽ നിന്നും മാർക്കറ്റിൽ നിമിഷങ്ങൾ കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് തകർന്നടിഞ്ഞ നിഫ്റ്റി സെക്കൻഡ് ഹാഫിൽ ഏകദേശം 300 പോയിന്റിലധികമുള്ള ഒരു റിക്കവറിയാണ് കാണിച്ചത്. അപ്പോൾ മൊത്തത്തിൽ ഇന്നലത്തെ ക്ലോസിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തോടെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റിക്കവറി ബ്രോഡ് മാർക്കറ്റിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടന്നിട്ടില്ല എന്ന് വേണം പറയാം. കാരണം അഡ്വാൻസ് ഡിക്ലൈൻ സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ബ്രോഡ് മാർക്കറ്റിൽ 34% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 60% സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു റിക്കവറി എന്ന് പറയുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ മാത്രമാണ്. അപ്പോൾ ഇൻഡെക്സ് ലെവലിലുള്ള ഒരു റിക്കവറിയാണത്. അപ്പോൾ ഇത്ര ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടായിട്ടും 25,750 എന്ന ലെവലിൽ ശക്തമായ ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി 50 നേരിട്ടതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് ബിയേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ ഉണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റിക്കവറിക്ക് കാരണമായിട്ട് കാണുന്ന ഒന്ന് 25,500 എന്ന ലെവലിലൊക്കെ നിഫ്റ്റി എത്തിയപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ബോട്ടം ഫിഷിംഗ് നടന്നിട്ടുണ്ടാവും. കാരണം നല്ല വാല്യുവേഷനിൽ പല സ്റ്റോക്കുകളും എത്തിയപ്പോൾ അവിടെ ഒരു ശക്തമായ ബൈങ് ഉണ്ടായി. ഇത് കൂടാതെ നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് കവറിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇവിടെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ മാത്രമാണ് ഒരു റിക്കവറി ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ രീതിയിലുള്ള ഒരു റിക്കവറിക്ക് ഒരു കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു ന്യൂസ്, പുതുതായിട്ട് നിയമിക്കപ്പെട്ട US അംബാസിഡർ ആയിട്ടുള്ള സെർജിയോ ഗോർ അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം നടത്തിയ ഒരു പബ്ലിക് അഡ്രസ്സിൽ അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിലെ 2 ഓൾഡസ്റ്റ് ആയതും ലാർജസ്റ്റ് ആയതുമായ ഡെമോക്രസികൾ തമ്മിലുള്ള ആ ഒരു ബന്ധം സ്ട്രെങ്തൻ ചെയ്യാനാണ് എന്നെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ളത്, അതിന് ഞാൻ ട്രംപിനോട് നന്ദി പറയുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുപോലെ അദ്ദേഹം പറയുന്നത് ട്രംപ് മോഡിയെ റിയൽ ഫ്രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെക്സ്റ്റ് റൗണ്ട് ടോക്സ് നാളെ മുതൽ തന്നെ പുനരാരംഭിക്കും എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. ഇത് കൂടാതെ സെർജിയോ ഗോർ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയെ US നയിക്കുന്ന മറ്റൊരു സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള പാക്സ് സിലിക്കയിലേക്ക് പെർമനന്റ് മെമ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്യുക എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു മിഷനാണ്. അപ്പോൾ ഈ പാക്സ് സിലിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ചൈന റയർ എർത്ത് മെറ്റൽസിൽ കൊണ്ടുവന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കാരണം വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ആ ഒരു പ്രതിസന്ധി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക രൂപം കൊടുത്ത പല രാജ്യങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ഈ പറയുന്ന പാക്സ് സിലിക്ക. അതിൽ US ഉണ്ട്, ജപ്പാൻ, സൗത്ത് കൊറിയ, നെതർലാൻഡ്സ്, UK, ഇസ്രായേൽ, UAE, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളാണ് പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ AI ഇക്കോസിസ്റ്റത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ റെയർ എർത്ത് മെറ്റൽസും സെമി കണ്ടക്ടർ അതുപോലെയുള്ള ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക് മൂവാണിത്. പ്രത്യേകിച്ച് ചൈനയെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇത് കൂടാതെ സെർജിയോ ഗോറിൻ്റെ മറ്റൊരു പ്രധാന പ്രസ്താവന വായിച്ചെടുക്കാൻ കഴിയുന്നത് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം 1-2 വർഷത്തിനുള്ളിൽ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഇന്ത്യ US ആയിട്ടുള്ള ആ ടൈ അത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത് വളരെ പോസിറ്റീവായിട്ട് കാണിക്കും. അതൊരു ട്രിഗർ പോയിൻ്റായിട്ട് കണ്ടുകൊണ്ട് മാർക്കറ്റ് ഒരു റിക്കവറി നടത്തുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ബ്രോഡ് മാർക്കറ്റിൽ അതിൻ്റെ റെസ്പോൺസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ പുറത്തുവിട്ട ഡാറ്റ പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പിക്ചർ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. കാരണം നമുക്കറിയാം FIIsന്റെ ശക്തമായ ഔട്ട്ഫ്ലോ നടക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് DIIs ആണ്. അപ്പോൾ DIIsനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഫണ്ട് സോഴ്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വരുന്ന ഫണ്ട് ഫ്ലോ ആണ്. അതിലുണ്ടാകുന്ന വേരിയേഷൻസ് നമ്മുടെ ഫ്യൂച്ചർ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസിനെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡാറ്റയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഡിസംബറിൽ വന്ന ഡാറ്റ ഈക്വിറ്റി ഇൻഫ്ലോയിൽ നേരിയ തോതിൽ ഡിപ്പ് ഉണ്ടായിട്ടുണ്ട് മന്ത് ഓൺ മന്തിൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ ഈക്വിറ്റി മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡിസംബർ മാസം മൊത്തത്തിൽ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്ന ഇൻഫ്ലോ 28,054 കോടിയാണ്. അതിന് മുമ്പത്തെ മാസം വന്നിട്ടുള്ള 29,911 നിന്ന് ഏകദേശം 6% ഒരു ഡിപ്പാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിലുണ്ടായിരുന്ന 24,690 കൂടുതലാണിത്. അപ്പോൾ ഇയർ ഓൺ ഇയർ
തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഏറ്റവും അധികം ഇൻഫ്ലോ ഉള്ളത്. 10,019 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് ഈ ഡിസംബർ മാസം ഉണ്ടായിട്ടുള്ളത്. അത് നവംബർ മാസത്തെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. കാരണം നവംബർ മാസം 8,135 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. നവംബർ മാസത്തെ നമ്പറിനെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ കാണാൻ കഴിയുന്നത്. എന്നാൽ ലാർജ് ക്യാപ്പിൽ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. 1,567 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് ഡിസംബറിൽ കാണുന്നത്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കാണുന്നത് സിപ്പ് ഇൻഫ്ലോ അതിശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലെത്തിയിരിക്കുകയാണ്. 31,000 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് സിപ്പ് വഴി ഈക്വിറ്റി ഫണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ സിപ്പിൻ്റെ അസറ്റ് വാല്യൂ നോക്കുന്നത് 16 ലക്ഷം കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ഇപ്പോൾ AUM നമ്മൾ നോക്കുമ്പോൾ 80 ലക്ഷം കോടിക്ക് മുകളിലാണ് നിൽക്കുന്നത്. എന്നാൽ അവിടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നല്ല തോതിലുള്ള ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പോയിട്ടുള്ളത് ഗോൾഡ് ETF-കളിലേക്കാണ്. ഇപ്പോൾ കാരണം ഗോൾഡ് ETF-ൻ്റെ റൈസ് നമ്മൾ കാണുന്നത് 200% വർധനമാണ്. ഇത് കഴിഞ്ഞ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡെറ്റിൽ നിന്നും ഗോൾഡ് ETF-കളിലേക്കും അതേപോലെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പിലേക്കും ഫ്ലെക്സി ക്യാപ്പിലേക്കും ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ചേഞ്ച് നടക്കുന്നു എന്നല്ലാതെ മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ DIAസിൻ്റെ പ്രകടനം നമ്മുടെ മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് തന്നെ തുടരും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ മാർക്കറ്റിൽ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന NSEയുടെ IPO കുറിച്ച് പറയുകയാൽ കഴിഞ്ഞ ദിവസം സെബിയുടെ ചെയർമാനായിട്ടുള്ള തുഹിൻ കാന്ത പാണ്ഡെ അദ്ദേഹം പറഞ്ഞത് NSEയുടെ IPOയുടെ NOC അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു മാസത്തിനുള്ളിൽ അപ്രൂവൽ ലഭിക്കും എന്നും അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ NSEയുടെ IPO എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു IPO ആണ്. അതിനുശേഷം സെബിയിൽ 5ഓളം ചീഫുകൾ മാറി മാറി വന്നു. എന്നിട്ടും NSEയുടെ IPO അപ്രൂവൽ നീണ്ടു പോവുകയുണ്ടായത്. അപ്പോൾ ഇതിന് കാരണമായത് 2019 ചില ഓഹരി ബ്രോക്കർമാർക്ക് ഇവർ അനധികൃതമായിട്ടുള്ള സഹായം നൽകിയെന്നതിൻ്റെ പേരിൽ വലിയൊരു തുക ഫൈൻ സെബി NSEയുടെ മേൽ ചുമത്തിയിരുന്നു. ആ ഫൈന് ഇപ്പോൾ അടുത്ത കാലത്താണ് അവർ അടച്ചു തീർത്തത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അപ്രൂവൽ നൽകാൻ സെബി തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ 2016 ആദ്യമായിട്ട് NSE ഒരു IPOക്ക് വേണ്ടി സെബിയെ സമീപിച്ചത്. അപ്പോൾ ഈ NSEയുടെ IPO വരുമ്പോൾ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന വേറൊരു സ്റ്റോക്ക് ഉണ്ട്. അതാണ് IFCI എന്ന് പറയുന്ന സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം മുന്നേറിയ സ്റ്റോക്ക് IFCI ആണ്. അപ്പോൾ IFCI എന്ന് പറയുന്നത് ഒരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ്. ഗവൺമെൻറ് സെക്ടറിൽ ഈ ഒരു കമ്പനിക്ക് SHCIL അഥവാ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഏകദേശം 52% സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു SHCILന് NSEയിൽ 4% കൂടുതൽ ഹോൾഡിംഗും ഉണ്ട്. അപ്പോൾ ഈ ഒരു SHCILും IFCIയും തമ്മിൽ മേർജ് ചെയ്യാനുള്ള അപ്രൂവൽ ഓൾറെഡി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മേർജർ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും IFCIയുടെ ഹോൾഡിംഗ് NSEയിൽ 13,000 കോടിക്ക് മുകളിൽ വരും. അപ്പോൾ ഈ ഒരു NSEയുടെ IPO യാഥാർത്ഥ്യമാകുമ്പോൾ IFCI വളരെയധികം നോൺ പെർഫോമിംഗ് അസറ്റ് നേരിടുന്ന ഒരു കമ്പനി എന്നുള്ള നിലക്ക് അവരുടെ ഇത്തരത്തിലുള്ള ഡെറ്റ് ലെൻഡിങ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇത്ര വലിയൊരു എമൗണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ IFCIയിൽ ശക്തമായ മുന്നേറ്റം നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ള TCSൻ്റെ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ TCSൻ്റെ ടോപ്പ് ലൈനിൽ മോശമില്ലാത്ത പ്രകടനമാണ്. അതായത് 65,799 കോടിയായിരുന്നു സെപ്റ്റംബർ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന റവന്യൂ എങ്കിൽ അത് 67,087 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു നേരിയ വർധനമാണ് റവന്യൂവിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമ്മൾ പ്രോഫിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 12,131 എന്ന നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 10,720 അത് കുറഞ്ഞിട്ടുണ്ട്. ഇത് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനോട് അടുത്ത് വരാത്തൊരു പ്രോഫിറ്റാണ്. കാരണം ഏകദേശം 2,211 കോടിയുടെ ഒരു ഡിഫറൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്തത് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഉയർന്ന ഒരു പ്രോഫിറ്റ് ആയിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പോൾ അത് സംഭവിച്ചില്ല. എന്നാൽ റവന്യൂവിൽ കുഴപ്പമില്ലാത്ത 2% വർധനവുണ്ടായിട്ടുണ്ട്. ഇവിടെ TCS ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ 57 രൂപയുടെ ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അനലിസ്റ്റ് എക്സ്പെക്ടേഷൻ 34 എന്നുള്ള ഡിവിഡൻഡിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ TCSൻ്റെ ഈ പ്രോഫിറ്റിലുണ്ടായിട്ടുള്ള ഒരു ഡിപ്പിന് കാരണമായിട്ട് TCS ചൂണ്ടിക്കാണിക്കുന്നത് ലേബർ കോഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എക്സ്ട്രാ എക്സ്പെൻസാണ്. പ്രത്യേകിച്ച് H1B1 വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട ഇഷ്യൂ കാരണമാണ് ഏകദേശം 2,000 കോടിക്കധികമുള്ള ഒരു കോസ്റ്റ് ഇമ്പാക്റ്റ്
TCS ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അട്രീഷൻ റേറ്റ് അഥവാ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ 13% കുറവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓർഡർ ബുക്ക് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. $9.3 ബില്യൺ ഓർഡർ ബുക്ക് ഇപ്പോഴും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം AI സർവീസ് മേഖലയിൽ നിന്ന് ഇവർക്ക് ഏകദേശം 17% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ TCSൻ്റെ റിസൾട്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് നാളെ ആണ് കാണാൻ കഴിയും. കാരണം ഈ TCSൻ്റെ റിസൾട്ട് വന്നത് ആഫ്റ്റർ മാർക്കറ്റ് അവറിലാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.